ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളി സോസാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 കിലോ തക്കാളി അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്കറിലിട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിലിട്ട് ഒരു 3 വിസിൽ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു പട്ടയുണ്ട്, ഒരു 4 ചെറിയ ഗ്രാമ്പൂടുണ്ട് കേട്ടോ. ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കണ്ട കേട്ടോ. നമുക്കൊന്ന് അടച്ചിട്ട് ഒരു 3 വിസിൽ അടിക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിക്കുക ഇട്ടപ്പോൾ തന്നെ ഈ ഒരു ചെറിയൊരു ബീട്രൂട്ടിൻ്റെ കഷ്ണവും ഒരു വെളുത്തുള്ളിയുടെ അല്ലി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടോളൂ കേട്ടോ. ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസ് ഇടുന്നത് നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോസിൻ്റെ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇട്ട് വെച്ചേക്കണ ഈ കറുവപ്പട്ടരെ ഈ പീസൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം കേട്ടോ. ഗ്രാമ്പൂവിൻ്റെയും കറുവപ്പട്ടരെയും ഈ പീസ് എടുത്ത് മാറ്റാം. വെളുത്തുള്ളി ഒരല്ലേ ഉള്ളൂ, ബീട്രൂട്ടിൻ്റെ പീസും അതിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കും. നമ്മൾ ഇട്ട് വെച്ചേക്കണ ഗ്രാമ്പൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ എടുത്ത് മാറ്റി ഇനി നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം അരയ്ക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഈ പാനിൽ തന്നെ നമുക്ക് പിഴിയാം. ഇതിൽ കൊറ്റന ഉണ്ടാവും. ഇതിൻ്റെ കുരും തൊലിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് നന്നായിട്ട് അരിക്കുക കേട്ടോ. ഇത്രയും അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേസ്റ്റാണ് കേട്ടോ. ഇതിലത്തെ നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ അരിച്ച് വെച്ചേക്കുന്നത് നമുക്ക് ഇനി ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം കേട്ടോ. അതിന് മുന്നേ നമുക്ക് ഒരു ഇതുപോലത്തെ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ പഞ്ചസാര 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇത് വെള്ളമൊക്കെ വറ്റി നല്ലൊരു സോസ് പരുവാകും കേട്ടോ. ഒന്ന് തിളച്ച് ഒരു പകുതി ആകുമ്പോഴാണ് നമ്മൾ ഇതിൽ ചൊറുക്കൊഴിച്ച് കൊടുക്കും കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. കുറച്ച് എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇനി ഇളക്കാം. നന്നായിട്ട് കുറുകണം കേട്ടോ. ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വരണം. നമുക്കിത് കുറച്ച് നാൾ എന്തായാലും ഇത് 1 മാസത്തോളം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സോസൊക്കെ ഞാൻ വെക്കാറുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ ഞാൻ വെക്കാറില്ല. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. 1 മാസത്തിൽ കൂടുതൽ പിന്നെ ഉപയോഗിക്കാറില്ല. അത് എത്രത്തോളം സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ 1 മാസം എന്തായാലും യാതൊരു കേടും കൂടാതെ ഫ്രിഡ്ജിൽ ഇരിക്കും കേട്ടോ. ഈ വെള്ളമൊക്കെ വറ്റിച്ച് ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. മധുരം നോക്കുമ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ. ഞാനൊരു ടീസ്പൂൺ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് 1 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓരോരുത്തർ എന്തോരം എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ മധുരം. ഇതിപ്പോൾ 1 കിലോ തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൊറുക്ക ഒരു 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൊറുക്ക ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഒന്നും കൂടെ നമുക്ക് ഒന്ന് ഇളക്കി അതൊന്ന് വെള്ളം കൂടെ വറ്റി ഒന്നും കൂടെ കുറുകുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. ഒരു 15-20 മിനിറ്റ് 1 കിലോയ്ക്ക് ഉണ്ടെങ്കിൽ ഇളക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ കുറച്ച് എടുക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ വേഗമാവും. ഇതൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോഴാണ് നമുക്ക് കേട് വരിക. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് നോക്കുമ്പോൾ അതിങ്ങനെ പതുക്കെ ഒലിച്ച് വരികയാണെങ്കിൽ അത്രയും ആകുമ്പോൾ നിർത്തുക. നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാം ഒരുവിധം ആയി തുടങ്ങി എന്നുള്ളത് നമുക്കറിയാം. നിർത്താതെ ഇളക്കുക കേട്ടോ.
ഇങ്ങനെ പകുതിക്ക് വെച്ച് ഇളക്കി പിന്നെ വെള്ളം വറ്റിക്കോട്ടെ വിചാരിച്ച് നിൽക്കരുത്. തക്കാളിയൊക്കെ ലാഭത്തിനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള സോസൊക്കെ ഉണ്ടാക്കി നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് നിർത്താറായിട്ടുണ്ട്. നമ്മുടെ സോസ് ആയിട്ടുണ്ട് കേട്ടോ, നിർത്താൻ പോവാണ്. നമുക്ക് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് കുപ്പിയിലൊക്കെ ആക്കി എടുത്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലാണ് ഞാൻ വെക്കാറ്, പുറത്ത് വെക്കാറില്ല കേട്ടോ. നമ്മളിതിൽ വേറെ മായങ്ങളായിട്ടൊന്നും ചേർക്കുന്നില്ല അധികം ഇരിക്കാനായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേഗം ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവയ്ക്കുക. അങ്ങനെയാണെങ്കിൽ 1 മാസത്തോളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സോസാണ്, നല്ല കളറും ഉണ്ട്. ശരിക്കും നമ്മൾ വാങ്ങുന്ന അതേ കളർ തന്നെ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് പച്ചക്കറിയും ഈ കോണും കൂടെ വെച്ച് നമ്മളൊരു സ്നാക്ക് തയ്യാറാക്കാൻ പോകണം കേട്ടോ. നമ്മളിവിടെ പച്ചക്കറി ആയിട്ട് എടുത്തേക്കുന്നത് സബോള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, മല്ലിയില, ക്യാബേജ്, ക്യാരറ്റ്, തക്കാളി, പിന്നെ ഒരു ചെറുനാരങ്ങ, പിന്നെ ഈ കോണ് നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. നമ്മൾ ഈ കോണും കൂടെ ഈ പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ ഉണ്ടാക്കിയ തക്കാളി സോസും കൂടെ ആവുമ്പോൾ ഇതിൽ വേറെ ഒന്നും മായമില്ലാത്തൊരു സാധനമാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയായിരിക്കും. ഹെൽത്തിയാണ് ഇത്രയും പച്ചക്കറികളും. ഇതിലേക്ക് നമുക്ക് ഈ നാരങ്ങ 1 മുറി അല്ല 2 മുറി എടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കുക. കോണിൽ നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കറിയിലേക്ക് വേണ്ട ഒരു ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നാരങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പച്ചക്കറിയിലേക്കും കൂടെ വേണ്ട ഒരു ഉപ്പ്, അത് നമ്മൾ ഓരോരുത്തരെടുക്കുന്ന പച്ചക്കറിയുടെ അളവനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ചാട്ട് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ പച്ചക്കറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ചാട്ട് മസാല നല്ലതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഉണ്ടാക്കിയ സോസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് എല്ലാ പച്ചക്കറിയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എല്ലാ പച്ചക്കറികളും കോണും നമ്മുടെ ടൊമാറ്റോ സോസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇത്രയും പച്ചക്കറികൾ നമുക്ക് അത്രയും ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അത്രയും ടേസ്റ്റായിട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.